Hi friends, good morning. Welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നലെ നമ്മളുടെ ഈറ്റോറയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഈ ഒരു മുകളിലായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈറ്റോറോ എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സിനെയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ നമുക്കത് ലോഗിൻ ചെയ്തതിന് ശേഷം അഥവാ നമ്മളത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ മൊബൈലിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഒക്കെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒൺസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുത്ത് അത് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും എൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട് ഇതൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. ഞാനിപ്പോൾ പാസ്വേഡ് കൊടുത്തു. ഇപ്പോൾ ലോഗിനിലേക്ക് പോവുകയാണ്. ഇതിപ്പം ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു പേജ് ഇതാണ്. വെൽക്കം ടു ഈറ്റോറോ, വെരിഫൈ യുവർ അക്കൗണ്ട് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. നമുക്കിത് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് പോലെ തന്നെ KYC ഇതിലും ചെയ്യണം. അതായത് നമ്മളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെരിഫൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ കാണുന്നത് ആൻസർ ടു ഡെപ്പോസിറ്റ് അപ് ടു 2000 euro. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന 2000 euro ആണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പം നമുക്ക് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കട്ടെ. ഇപ്പോൾ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ്സ് ആഡ് ചെയ്യാനാണ്. ഇപ്പം നമ്മളുടെ അഡ്രസ്സ് ഞാൻ ആഡ് ചെയ്യാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ഒരു ഇതാണ് തുറക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ അഡ്രസ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ പാസ്പോർട്ട് നമ്പറാണ്. പാസ്പോർട്ട് നമ്പർ നമുക്ക് കൊടുക്കുക. പിന്നീട് നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നത് ഐ എം നോട്ട് എ US പേഴ്സൺ, ഐ വാസ് നോട്ട് ബോൺ ഇൻ ദ US, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവർക്ക് ആദ്യം നമ്മളെ ഒന്ന് അസസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ഇവർ ചോദിച്ചിട്ടുണ്ട്. ഓവർ ദ ലാസ്റ്റ് ഇയർ ഹൗ മെനി ടൈംസ് ഹാവ് യു ഇൻവെസ്റ്റഡ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഇത് ഈ സ്റ്റോക്സിലോ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് നെവർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ ചോദിച്ചിട്ടുണ്ട്, അത് നെവർ കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. ലിവറേജ് ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ്, ഈ ഒരു ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ലിവറേജ്, എന്താണ് CFT, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും വഴിക്ക് പഠിക്കുന്നുണ്ട്. അതല്ല നമ്മളുടെ ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ലിവറേജ് CFT എന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു ഓപ്ഷന് ഞാൻ നെവർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ നെവർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു റെഡ് കളറിലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. യുവർ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വിൽ ഡിറ്റർമൈൻ ദ പ്രൊഡക്റ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു ഓഫർ യു. ലിവറേജ് ട്രേഡിംഗ് മേ ബി റെസ്ട്രിക്റ്റഡ് ടു ദോസ് ഹൂ ഹാവ് നോ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് ലിവറേജ് എടുക്കാം. ലിവറേജ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ട്രേഡിങ്ങിൽ എന്നുള്ളത് എന്ന് തന്നെ പറയാം. എന്താണ് ലിവറേജ് എന്ന് ഞാൻ ഒരു ചെറിയൊരു ബ്രീഫ് തരാം. ഇപ്പം നമ്മളുടെ കയ്യിൽ $50 ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ അസറ്റ് വാങ്ങണമെങ്കിൽ അതിന് ചിലപ്പോൾ നമുക്ക് ഈ $50 മിനിമം ആയിരിക്കില്ല. മിനിമം അത് വാങ്ങാൻ ചിലപ്പോൾ ഒരു $100 $150 വേണം. അപ്പം നമുക്ക് നമ്മുടെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ലിവറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇടും. അതായത് നമ്മളെ കയ്യിൽ $50 ആണുള്ളതെങ്കിൽ അതിന് 10x കിട്ടും. അതായത് 50 × 10. അപ്പോൾ നമുക്ക് ഏകദേശം $500 നമുക്ക് $500 തുല്യമായിട്ടുള്ള യൂണിറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ലിവറേജിന് കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ
നെഗറ്റീവിലേക്കും പോകും. ലിവറേജിന് എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കുക. ഇപ്പോഴേ അതൊന്നും തല പോയിക്കേണ്ട. തുടക്കത്തിൽ ഒരാൾക്ക് ലിവറേജിൻ്റെ ആ ഒരു ഓപ്ഷൻ നെവർ കൊടുക്കുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ട്രേഡിംഗ് നോളജിനെ കുറിച്ചാണ്. വാട്ട്സ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് റിഗാർഡിംഗ് ലിവറേജ്ഡ് പ്രൊഡക്റ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് CFD, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ഫോറക്സ്, മാർജിൻ ട്രേഡ് ആൻഡ് ETF. പ്ലീസ് സെലക്ട് വൺ ഓർ മോർ റിലവൻറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. അതല്ലെങ്കിൽ ഐ ഹാവ് നോ ഫിനാൻഷ്യൽ നോളജ് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് നേരത്തെ വന്ന ആ സെയിം മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ട്രേഡിംഗ് നോളജ് അസസ്മെൻറ്റ് പേഴ്സണലായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് നോക്കി ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാര്യം ഓരോ ആളുകൾക്കും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളെ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വന്നിരിക്കുന്നത്. ഇൻ വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഡു യു പ്ലാൻ ടു ട്രേഡ്? പ്ലീസ് സെലക്ട് വൺ ഓർ മോർ റിലവൻറ്റ് ആൻസർ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ ഈ ഇട്ടോറോ ചൂസ് ചെയ്യാൻ തന്നെയുള്ള ഒരു കാരണം US സ്റ്റോക്സ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ വിത്ത് US സ്റ്റോക്സ്, ക്രിപ്റ്റോസ്, ഓഫ് കോഴ്സ് കറൻസീസ്, കൊമോഡിറ്റീസ്, ഇൻഡിസീസ്. അപ്പോൾ ഇത്രയും സംഭവം ഞാനിതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഒരു വർഷത്തിൽ കൂടുതൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുകയാണ്. ഇനി പർപ്പസ് ഓഫ് ട്രേഡിംഗ്. വാട്ട്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ പ്രൈമറി പർപ്പസ് ഓഫ് ട്രേഡിംഗ് വിത്ത് അസ്. അപ്പോൾ അതും നിങ്ങളുടെ പേഴ്സണലായിട്ട് കൊടുക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഞാനത് ഷോർട്ട് ടൈം റിട്ടേൺസ് ജസ്റ്റ് അല്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് കൊടുത്തതേ ഉള്ളൂ. Your attitude to risk. How much do you plan to deposit into your Etoro account over the course of the year? അപ്പോൾ അത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് അപ് ടു 20K കൊടുത്തു. അപ്പം ഇതിൽ നമുക്ക് ഏതാണ് ചൂസ് ചെയ്യുക, അത് നമ്മളുടെ ഒരു ഇതിലാണ്. എത്ര ശതമാനം നഷ്ടം, എത്ര ശതമാനം പ്രോഫിറ്റ്, നമ്മുടെ ആ ഒരു ഇത് നോക്കാനാണ് പറയുന്നത്. നമ്മളുടെ ആ ഒരു റിസ്ക് ആറ്റിറ്റ്യൂഡ് നോക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഐ എക്സ്പെക്റ്റഡ് ടു ഗെയിൻ അപ് ടു 4,000 വൈൽ റിസ്കിങ് അപ് ടു 2,400 ഓഫ് മൈ ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അത് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഡസ് എനി ഓഫ് ഫോളോയിങ് അപ്ലൈ ടു യു? അപ്പം ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, യുവർ സോഴ്സ് ഓഫ് ഇൻകം, അത് മേ ബി ഞാൻ ജസ്റ്റ് സാലറി കൊടുക്കുകയാണ്. ഓക്യുപ്പേഷൻ മീഡിയ ക്രിയേറ്റീവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് മുഴുവൻ വായിച്ചിട്ട് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റീഡ് ആൻഡ് കൺഫേം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഫുള്ള് നമുക്കിത് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയിട്ട് നമുക്ക് കൺഫേം കൊടുക്കാം. പിന്നെ ജനറൽ റിസ്കിൻ്റെ കാര്യവും ഇങ്ങനെ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം കൺഫേം കൊടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും കൺഫേം ചെയ്തു. അതിനുശേഷം ഞാൻ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ഇപ്പം വെരിഫൈഡ് മാർക്ക് വേണമെങ്കിൽ 1-2 കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. വെരിഫൈ യുവർ അക്കൗണ്ട്. യു ക്യാൻ ഡിപ്പോസിറ്റ് നൗ. Once you complete your profile, we will verify your account and only then you will be able to start trading. ഇത് ഒരു മെയിനായിട്ടുള്ള ഘടകമാണ്. അതായത് നമ്മളുടെ ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷമേ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്യാം. അത് പോരാതെ നമുക്ക് പേപാൽ യൂസ് ചെയ്യാം, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ഫോൺ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ യൂട്ടിലിറ്റി, ഇപ്പോൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് നമ്മളുടെ പേർക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ പിന്നെ യൂട്ടിലിറ്റി ബില്ലോ എന്തെങ്കിലും വേണം. കാര്യം നമ്മളുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇതൊന്നും അങ്ങോട്ടേക്കിപ്പം ഇതാക്കുന്നില്ല. അപ്പം
അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ടു വെർച്വൽ അക്കൗണ്ട് എന്നാണ്. അതായത് നമുക്ക് ഈടോറോ ഒരു വെർച്വൽ അക്കൗണ്ട് തരുന്നുണ്ട്. വെർച്വൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈടോറോ അതിനകത്തേക്ക് $1,00,000 നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഈ $1,00,000 ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും പറ്റും. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഈ ട്രേഡിംഗ് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങളുടെ ഈ ഫണ്ടില്ല, നിങ്ങളുടെ ഈ പൈസ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ട്രേഡിംഗ് പഠിക്കാതിരിക്കത്തില്ല. കാര്യം നിങ്ങളുടെ കയ്യിൽ റിയൽ മണി ഉണ്ടോ, എങ്ങനെയാണ് റിയൽ മണി വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഓപ്ഷനും വർക്ക് ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ക്രിപ്റ്റോ കറൻസി BTC ആണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെക്കാം. അപ്പോൾ ഈ BTC എന്ന് ഇവിടെ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആണ്, BTC 24/7 ആണ്. ഇപ്പം ഞാനിത് 5,000 എന്നുള്ളത് ഒരു 1,000 എടുത്തിട്ട് ഓപ്പൺ ട്രേഡ് കൊടുക്കുക. ഇപ്പം നമുക്ക് ബിറ്റ് കോയിനൊന്നും ഇപ്പോൾ ലിവറേജ് കിട്ടത്തില്ല. മുന്നേ ഇവർ ബിറ്റ് കോയിനും നല്ല എല്ലാ ക്രിപ്റ്റോ കറൻസിക്കും ലിവറേജ് കൊടുത്തിരുന്നു. ഇപ്പം ഒരു ക്രിപ്റ്റോ കറൻസിക്കും ലിവറേജ് അവർ കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ എന്തായാലും അത് ട്രേഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓർഡർ ഫിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ പോയി നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ -0.82 എന്ന് വന്നിട്ടുണ്ട്. ഈ $1,000 ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് പോയ സ്പ്രെഡ് ഫീ ആണ് 0.82 എന്ന് പറയുന്നത്. അതായത് 8.2 സംതിങ് ആ ഒരു പൈസയാണ് സ്പ്രെഡ് ഫീ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെ നോക്കാനുള്ളത് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏത് കോയിൻസ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് ആയിപ്പോയി. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാം കൂടെ ഒരു ദിവസം പറയുന്നില്ല. ഇന്നിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു തന്നു, നമ്മൾ ആദ്യമായിട്ട് ഒരു ട്രേഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതേപോലുള്ള എല്ലാ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും എല്ലാ ദിവസവും രാവിലെ വരുന്നതായിരിക്കും. അപ്പം മാക്സിമം ഞാനിപ്പോൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അതങ്ങനെ തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റുള്ള സമയങ്ങളിൽ വൈകുന്നേരം സമയങ്ങളിലാണ് കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത്ത് സൈനിങ് ഓഫ്. ബൈ.